ഹായ് ജോണ ആണ്. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ കേരളപ്പിറവിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്തുവാണ് കേരളപ്പിറവി? 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം നിലവിൽ വന്നത്. അതുകൊണ്ട് നവംബർ 1 കേരളീയർ കേരളപ്പിറവിയായി ആചരിക്കുന്നു. ആ സമയം കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിങ്ങനെ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് 14 ജില്ലകളായി മാറി. ഏറ്റവും വലിയ ജില്ല പാലക്കാടും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. ഈ 14 ജില്ലകളുടെയും തലസ്ഥാനം തിരുവനന്തപുരമാണ്. നാനാജാതി വ്യവസ്ഥർ ഒരുമയോടും ഐക്യത്തോടും കഴിയുന്ന നാടാണ് നമ്മൾ കൊച്ചു കേരളം. കേരള വൃക്ഷങ്ങളാൽ അഥവാ തെങ്ങുകളാൽ സമ്പന്നമാണ് നമ്മുടെ കൊച്ചു കേരളം. അതുകൊണ്ടാണ് കേരളം എന്ന പേര് ലഭിച്ചത്. പാടങ്ങളും കൊച്ചരുവികളും പുഴകളും കൊണ്ട് പ്രകൃതി രമണീയമായ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്നു. വിദേശീയരെ ഏറെ ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. കേരളീയരുടെ മാതൃഭാഷ മലയാളമാണ്. തുഞ്ചൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ്. മാതൃഭാഷയായ മലയാളം പെറ്റമ്മയ്ക്ക് തുല്യമാണ്. കേരളപ്പിറവി ദിനത്തിൽ മലയാളികൾ കേരളീയ വസ്ത്രം ധരിക്കാറുണ്ട്. അഭിമാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനമാണ് കേരളപ്പിറവിയായ നവംബർ 1. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായോ? എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. ബൈ.